السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ മുജാഹിദ് സുഹൃത്തുക്കളെ, നിഷ്പക്ഷമതികളായ ശ്രോതാക്കളെ, ഒരു നൂറ്റാണ്ട് കാലമായി ഈ കേരളത്തിൽ മത, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഉജ്ജ്വലമായി പ്രബോധനകർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ, ഏത് സാധാരണക്കാരനായ ആളുകളും പറയും, അവർ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ആളുകളാണ്. അഥവാ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെന്താണോ പറഞ്ഞത്, അവരെന്താണോ വിശ്വസിച്ചത്, അവരെങ്ങനെയാണോ ദീനുൽ ഇസ്ലാമിനെ കണ്ടത്, ആ മാർഗം അഥവാ മൻഹജു സലഫ് സ്വാലികളായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ്റെ മാർഗം, ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെടുന്ന പ്രസ്ഥാനമാണ്. രണ്ടാമതായി അവർ പറയും, ഈ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണ്. അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രബോധന മേഖല ഇവിടെയുള്ള ഭൗതിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലുള്ള വിഷയങ്ങളെക്കുറിച്ചോ ആ രൂപത്തിൽ ഭൗതികമായി മുസ്ലിം സമുദായത്തിന് വരാൻ പോകുന്ന, അല്ലെങ്കിൽ ഈ കേരളത്തിലെ മനുഷ്യർക്ക് തന്നെ വരാൻ പോകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളെ സംബന്ധിച്ചോ ഒന്നുമല്ല. അതിനർത്ഥം അതിൽ നിന്നൊന്നും വിട്ടുനിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ അതൊന്നും പറയാത്തവരാണ് എന്നല്ല. അതെല്ലാം നിർവഹിക്കുന്നവരാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി മരണത്തിന് ശേഷമുള്ള ശാശ്വതമായ പരലോക ജീവിതം, ആ പരലോക ജീവിതത്തിലേക്ക് വേണ്ടി മനുഷ്യരായ നമ്മൾ, വിശിഷ്യ മുസ്ലിമായി ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ട, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ഏറ്റവും വലിയ ഒരു സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഥവാ അല്ലാഹു അല്ലാതെ ആരാധനകൾക്ക്, ഇബാദത്തുകൾക്ക്, പ്രാർത്ഥനകൾക്ക്, സഹായത്തേട്ടങ്ങൾക്ക്, നേർച്ച വഴിപാടുകൾക്ക് അർഹനായി മറ്റാരും തന്നെയില്ല. അതോടൊപ്പം തന്നെ അവൻ്റെ റുബൂബിയത്ത്, ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിച്ച് ക്രമം തെറ്റാതെ പോറ്റിക്കൊണ്ടിരിക്കുന്നവൻ, ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അസ്മാഇ വ സിഫാത്തുകൾ, അവൻ്റെ ഗുണനാമ വിശേഷണങ്ങൾ പോലെ ഒരിക്കലും മറ്റൊരു സൃഷ്ടികൾക്കും ഇല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ റുബൂബിയത്തിലോ അവൻ്റെ ഉലൂഹിയത്തിലോ അവൻ്റെ അസ്മാഇ വ സിഫാത്തിലോ അള്ളാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല
എന്ന ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും കാതലായ ഒരു വിഷയം പറയുന്നവരാണ് ഇസ്ലാഹി പ്രസ്ഥാനം, അതിൻ്റെ വക്താക്കൾ എന്ന് ഏതാളുകൾക്കും അറിയും. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ ഈ മഹത്തായ തൗഹീദിന് അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആ വിശ്വാസ സംഹിതക്ക് പരിക്കേൽക്കുന്ന, അതിനെ തകർത്ത് കടന്നു വരുന്ന ഷിർക്ക് എന്ന് പറയുന്ന വിശ്വാസം, അത് അക്ബർ ഷിർക്കും അസ്ഗർ ഷിർക്കും ഒക്കെ ആയിട്ടുള്ള എല്ലാ മേഖലകളും, ചെറിയ ഷിർക്കും വലിയ ഷിർക്കും, ആ ഷിർക്കിലേക്ക് എത്തുന്ന വഴികളും അത് കടന്നു വരുന്ന മാർഗങ്ങളും, ഇതിനെല്ലാം ഗൗരവത്തോടു കൂടി ജനസമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത് അവരെ ആ ഒരു ശാശ്വതമായി നരകം ലഭിക്കുമെന്ന് അള്ളാഹു പറഞ്ഞ ആ ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന് ഏത് സാധാരണക്കാരനായ ഒരു മനുഷ്യനും പറയുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ 23 വർഷക്കാലത്തെ ആ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, സുന്നത്തുകൾ, അവിടുന്ന് സ്വഹാബത്ത് ആ റസൂലിന് മനസ്സിലാക്കിയിട്ടുള്ള ആ പ്രവാചകൻ്റെ ദീൻ, അതിന് വിരുദ്ധമായ തരത്തിലുള്ള കർമാനുഷ്ഠാനങ്ങൾ അഥവാ ബിദ്അത്തുകൾ, മാമൂലുകൾ, അനാചാരങ്ങൾ, ഇതെല്ലാം ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഗൗരവത്തോടുകൂടി തന്നെ സംസാരിക്കുന്ന, പഠിപ്പിക്കുന്ന വിഭാഗമാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമസ്കരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരാൾ ഏറ്റവും സൂക്ഷ്മതയ്ക്ക് പ്രബലമായ രൂപത്തിൽ, ഏറ്റവും നല്ല രീതിയിൽ, അഥവാ ഏറ്റവും നല്ല ഹദീസിനോട് ഏറ്റവും ചേർന്ന് വരുന്ന രീതിയിൽ സ്വഹാബത്തിൻ്റെ ഭൂരിപക്ഷ നിലപാടനുസരിച്ചുകൊണ്ട്, മുഹദ്ദിസീങ്ങളുടെ വിശദീകരണം അനുസരിച്ചുകൊണ്ട് നമസ്കാരത്തിൽ എവിടെയാണ് നിങ്ങൾ കൈകെട്ടേണ്ടത് എന്നുള്ള വിഷയം മുതൽ തുടങ്ങി, അത്തഹിയ്യാത്തിൽ വിരലിങ്ങനെ ഇളക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ പോലും ഏറ്റവും നല്ല പ്രബലമായ സൂക്ഷ്മതയുള്ള നിലപാടെന്ത് എന്നുള്ളത് പോലും ചർച്ച ചെയ്യുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ, ഒരു മുടിയെ 7 ആയി കീറി ആ 7 മുടിയെക്കുറിച്ചും കൃത്യമായി വർണ്ണിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നിലപാട് എന്ന് പറയുന്നത് പോലെ വളരെ സൂക്ഷ്മതയോടുകൂടി ദീനുൽ ഇസ്ലാമിനെ വക്രതയില്ലാതെ, വളവില്ലാതെ, കൂട്ടാതെ കുറക്കാതെ, ആവശ്യമില്ലാത്തതിലേക്കൊന്നും ഗവേഷണത്തിന് പഴുതു കൊടുക്കാതെ, നിഷേധത്തിന് പഴുതു കൊടുക്കാതെ, കൃത്യമായ രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി അള്ളാഹുവിൻ്റെ ദീനിനെ അവതരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് കേരള നദുത്തുൽ മുജാഹിദീൻ എന്നറിയപ്പെടുന്ന ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനമെന്ന് അതിൻ്റെ വക്താക്കൾ മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ട്, പൊതുജനങ്ങൾ മുഴുവനും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനേറെ രാഷ്ട്രീയ മത സാംസ്കാരിക മേഖലയിലെ ആളുകൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങൾ പഠിക്കുന്ന ഹൈന്ദവ, ക്രൈസ്തവ, നിരീശ്വരവാദികൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ആമുഖത്തിൽ എന്തിനാണ് ഇങ്ങനെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട മുജാഹിദുകളെ, സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തെ അടുത്തും അകലയിൽ നിന്നുമൊക്കെ വീക്ഷിക്കുന്നവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മഹത്തായ മാതൃപ്രസ്ഥാനത്തിന് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ആശയാദർശങ്ങൾക്ക് തുരങ്കം വെക്കുന്ന, ഈ പ്രമാണത്തിൻ്റെ ഭദ്രതയെ തകർക്കുന്ന, ഇതിൻ്റെ സംവിധാനങ്ങളെ നശിപ്പിക്കുന്ന, ഇതിനു വേണ്ടി രാവും പകലും ഓടി നടക്കുന്ന പണ്ഡിത പ്രഭാഷകന്മാരെ, നേതൃത്വത്തിൽപ്പെട്ട ആളുകളെ, അഥവാ ഉലമാക്കളെയും ഉമറാക്കളെയും അതിൻ്റെ പ്രവർത്തകന്മാരെയുമൊക്കെ കൊച്ചാക്കി കാണുന്ന, ഈ പ്രസ്ഥാനത്തിൻ്റെ സിലബസിനെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂടിനെ പോലും പരിഹസിക്കുന്ന
അനവധി ആളുകൾ ഇതിനകത്തു നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ട് കുറേ കാലമായി പിന്നീട് ഓരോരുത്തരും അതിന് മുറിവേൽപ്പിച്ചുകൊണ്ട് പുറത്തുപോയി എന്നുള്ളതും മറ്റൊരു ദുഃഖകരമായ സത്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ദീനിൻ്റെ എതിരാളികൾ, അഹ്ലുസുന്നയുടെ എതിരാളികൾ, സലഫിയത്തിൻ്റെ എതിരാളികൾ, അഥവാ അവരുടെ ആശയം, അവരുടെ തലയിൽ ഉദിച്ച ചിന്താധാരകൾ, അവരുടേതായ ചില ഇസങ്ങൾ അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുമതി ചെയ്യാനും നമ്മളിൽ നിന്ന് ആളുകൾ അകലാനും നമ്മളിലേക്ക് ആളുകൾ അടുക്കാതിരിക്കാനും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പിളർപ്പുകളും ഭിന്നാഭിപ്രായങ്ങളും ഇത്തരത്തിലുള്ള കക്ഷിത്വങ്ങളുമൊക്കെ മുതലെടുത്തുകൊണ്ട് മറ്റുള്ളവർ പറയുന്നു, കണ്ടില്ലേ, തൗഹീദിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനം, സുന്നത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനം, ഷിർക്കുകൾക്കെതിരെ, ബിദ്അത്തിനെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ അഹോരാത്രം പണിപ്പെട്ട പ്രസ്ഥാനം. ഇപ്പോൾ അവർ തമ്മിൽ തന്നെ തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണെന്നറിയാതെ, സുന്നത്ത് ഏതാണ്, ബിദ്അത്ത് ഏതാണെന്നറിയാതെ അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുകയാണ്, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന ആളുകൾ മുശ്രിക്ക്, ഇന്ന ആളുകൾ കാഫിർ എന്ന്, ഇന്ന ആളുകൾ മുനാഫിക്ക് എന്നൊന്നും ഒരിക്കലും തന്നെ ഈ ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല, പഠിപ്പിക്കാറുമില്ല. പക്ഷേ ആ മഹത്തായ പ്രസ്ഥാനത്തിനകത്തുനിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള വിഘടിതരായ ആളുകൾ പിന്നീട് പുറത്തുപോയി അവരുമായ ആശയ സംവാദത്തിലും അതുപോലെ തന്നെയുള്ള ആരോഗ്യകരമായ മറ്റുള്ള ഡിസ്കഷനുകളുമെല്ലാം നടത്തിയപ്പോൾ, മുഖാമുഖങ്ങൾ, പ്രഭാഷണങ്ങൾ, എഴുത്തുകുത്തുകൾ ഇതൊക്കെ നടത്തിയപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്കും കുഫറും ആരോപിക്കുന്നു. ഇതെല്ലാം ഈ സുന്നി പ്രസ്ഥാനത്തെ, സമസ്ത പ്രസ്ഥാനത്തെ എതിർത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ ആലിമുകളെ കുറ്റം പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള തബ്ലീഗ് ജമാഅത്തിനെയും അതേപോലെ തന്നെ സൂഫികളെയും ത്വരീഖത്തുകാരെയും ഒക്കെ വിമർശിച്ചത് കൊണ്ടുള്ള കുരുത്തക്കേടാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുതലക്കണ്ണീര് ഒഴുക്കിയത്, അല്ലെങ്കിൽ ആ രൂപത്തിൽ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ച് ഈ തരത്തിലുള്ള ഷിർക്കിൻ്റെ, ബിദ്അത്തിൻ്റെ, അനാചാരങ്ങളുടെ പ്രസ്ഥാനങ്ങളൊക്കെ അവർക്ക് തട്ടിക്കളിക്കാൻ, ഒരു ഫുട്ബോൾ കളിക്കാൻ, വോളിബോൾ കളിക്കാൻ, ബാസ്കറ്റ്ബോൾ കളിക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു പന്താക്കി ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തെ മാറ്റി. ഇതിൻ്റെ പിന്നിൽ പ്രിയമുള്ളവരെ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ എന്താണ്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കൽ വളരെയധികം നിർബന്ധമാണ്. ഒരുപക്ഷെ ഞാനീ സംസാരിക്കുന്ന സംസാരം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കേൾപ്പിക്കാതെ സാഹിത്യരംഗാളി തന്നെ പറയുന്നു, ഇതാ ഈ പ്രസ്ഥാനത്തിനകത്ത് തന്നെയുള്ള കറുത്ത കൈകൾ, ഈ പ്രസ്ഥാനത്തെ ഈ രൂപത്തിൽ മുറിവേൽപ്പിച്ച കറുത്ത കൈകൾ ആരാണ് എന്ന് സാഹിത്യരംഗാളി പറയുന്നത് കേട്ടോളെന്ന് പറയുന്നത് ഈ ഭാഗം മുറിക്കും. എന്നിട്ട് പിന്നെ ഇതിനു മുമ്പ് ഞാൻ പ്രസംഗിച്ച, അല്ലെങ്കിൽ അനസ് മൗലവി പ്രസംഗിച്ച, അനീഫ് കായക്കൊടി പ്രസംഗിച്ച, ടി പി അബ്ദുൽ മുഹമ്മദിനെയും അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മറ്റുള്ള ആളുകളൊക്കെ പ്രഭാഷണം നടത്തിയ അവരുടെ പ്രഭാഷണങ്ങളുടെ ശകലം കൊണ്ടുവന്ന് ക്ലിപ്പാക്കും. ഇത് ക്ലിപ്പുകൾ കൊണ്ട് നിലനിൽപ്പ് തേടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിഘടിത പ്രസ്ഥാനമാണ് വിസ്ഡം ഗ്ലോബൽ മിഷൻ എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്നും ജിന്നി പിശാച് വിഷയങ്ങളുടെ ചർച്ചയിൽ പ്രമാണവിരുദ്ധമായ ഒട്ടനേകം അബദ്ധവിശ്വാസങ്ങളും ഒട്ടനേകം ഗവേഷണങ്ങളും നടത്തി പഴച്ചുപോയ പുറത്താക്കപ്പെട്ട വിഭാഗത്തിൻ്റെ കാര്യമായ നിലനിൽപ്പ് ഒരു ആയത്ത് കൊണ്ടോ ഒരു സ്വഹിയായ ഹദീസ് കൊണ്ടോ സ്വീകാര്യോഗ്യമായിട്ടുള്ള തഫ്സീറുകൾ കൊണ്ടോ, എന്തിനേറെ ഒന്നുകൂടെ കോമയിട്ട് പറഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ടോ, ഒന്നുകൂടെ കോമയിട്ട് പറഞ്ഞാൽ കേരളത്തിന് ഈ സൗദി അറേബ്യയിൽ രൂപപ്പെട്ടിട്ടുള്ള ബിലാദ് തൗഹീദിൻ്റെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുള്ള
ലജ്നത്തു ദായിമ എന്ന് പറയുന്ന പണ്ഡിത സഭ, ആ പണ്ഡിത സഭയുടെ പൂർവികരായി കടന്നു വന്നിട്ടുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ ഇങ്ങോട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അവിടുത്തെ തുല്ലാബുകളുടെയും ആ സ്കോളേഴ്സിൻ്റെയും കീഴിലൂടെ പിന്നീട് ഇന്ന് ഈ സൗദി അറേബ്യയിൽ നിലനിൽക്കുന്ന മതപണ്ഡിത സഭയും അവിടെയുള്ള ആ ചെയിനിലൂടെ തന്നെ വിഘടിച്ച് നിൽക്കാത്ത ആ ജമാഅത്തിനെ അംഗീകരിക്കുന്ന സലഫി സ്കോളേഴ്സിലെ പണ്ഡിതന്മാരുടെ പോലും പിൻബലം പോലും ഇല്ലാത്ത ഒരു വിഭാഗമായ വിസ്റ്റം, അവർക്ക് ആകെയുള്ളത് തുണ്ടൻ തുണ്ടൻ ക്ലിപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഇതിൽ നിന്നും ക്ലിപ്പുകൾ മുറിക്കും, എന്നിട്ട് നാളെ കേൾപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംസാരം ഇതിൽ കൂട്ടിച്ചേർത്തത്. കാരണം എന്താ, അവരതിൽ മുറിച്ചാൽ ഈ ഭാഗം കേൾപ്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് പൂർണ്ണമായ വിഷയങ്ങൾ കേൾക്കാതെ തെറ്റിദ്ധരിക്കരുത് എന്ന് ആമുഖത്തിൽ തന്നെ പ്രധാനമായും മുജാഹിദ് പ്രസ്ഥാനം എന്ന കേരള ഹിന്ദുൽ മുജാഹിദിലെ മെമ്പർമാരോട് ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ ആളുകളിൽ പല ആളുകളും ഈ വിഷ്ടത്തിൻ്റെ സൈബർ പോരാളികളും സമസ്തയിൽപ്പെട്ട ചില സൈബർ പോരാളികളും മർക്കസ് ദഅവ എന്ന് പറയുന്ന മടവൂർ വിഭാഗം എന്ന് പണ്ട് പറഞ്ഞിരുന്ന മർക്കസ് ദഅവ വിഭാഗത്തിലെ സൈബർ പോരാളികളും മുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ക്ലിപ്പുകൾ മാത്രം കേട്ടുകൊണ്ട് എന്താണ് ഇപ്പം അനസ്മോലി അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്, അനസ്മോലി കുറേ അതിര് വിട്ട് പറഞ്ഞു പോയോ, കായക്കൊടി അങ്ങനെ പറഞ്ഞു പോയോ, ഇപ്പോഴും പോലെ അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന അനവധി ആളുകൾ ഉണ്ടാകാം, ഉണ്ടെന്ന അർത്ഥത്തിലെല്ലാം ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ആളുകൾ തന്നെ വിശ്വാസമാകുന്നത് പൂർണ്ണമായ ഒരു വിഷയം കേൾക്കാതെയാണ്. പിന്നെ ഇപ്പോൾ പുറത്തുള്ള ആളുകളുടെ കഥ പറയണോ? അപ്പം അതുകൊണ്ട് പ്രിയമുള്ള മുജാഹിദ് സുഹൃത്തുക്കളോട്, അതുപോലെയുള്ള നേതാക്കന്മാരോട്, അതുപോലെയുള്ള പണ്ഡിതന്മാരോട്, പ്രഭാഷകന്മാരോട്, നമ്മുടെ ആളുകളോട് വളരെ നസീഹത്തോടുകൂടി ഞാൻ പറയുകയാണെന്ന്, നമ്മളിൽപ്പെട്ട ഏതാളുകളുടെ സെക്കൻഡുകൾ മുറിച്ച ക്ലിപ്പുകൾ ഇവിടെ MT വിഷൻ ആരിഫ് എന്ന് പറയുന്ന വിശ്വത്തിൻ്റെ സൈബർ പോരാളിയാണ്. അവനെ വിശ്വത്തിൻ്റെ ഔദ്യോഗികമായൊരു ചാനലിലോ ഔദ്യോഗികമായ വേദിയിലോ ആരും അടുപ്പിക്കാറില്ല. മാത്രമല്ല അവൻ മുഖം കാണിച്ചുകൊണ്ട് 2 മിനിറ്റ് വീഡിയോയിൽ വരാറുമില്ല. എന്നാൽ വിശ്വത്തിനോടുള്ള ആ ഒരു പണ്ട് കിട്ടിയ സാമ്പത്തികമായ മെച്ചം കൊണ്ടും പിന്നെ ഇതിനകത്ത് തന്നെ അവന് മുഖം കാണിച്ചാൽ ഉണ്ടാകുന്ന ചില സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ വിഷമം അനുഭവിക്കുന്ന വിഷ്ടം ആരിഫ്, MT വിഷൻ ആരിഫ്, അവൻ്റെ നിഗൂഢതയും അവൻ്റെ മുഖംമൂടിയൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ 2-3 വീഡിയോകളായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. അതിനുശേഷം ആ വെല്ലുവിളിയില്ല, ഇപ്പോൾ ഒരു കുറിപ്പുമില്ല, ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. ഇപ്പം അനസ്മോലിക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കുള്ളൊക്കെ വീഡിയോ ഇറക്കുക. കാര്യമായിട്ട് എൻ്റെ വീഡിയോ ആയിരുന്നു ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഇറക്കിയിരുന്നത്. ഒരു 1.5 കൊല്ലം ഞാൻ ഈ വിഷയം മനസ്സിലാക്കി വിശ്വത്തിനെതിരെ പറയാൻ തുടങ്ങി അന്ന് മുതൽ എൻ്റെ വീഡിയോകൾ അവൻ കോപ്പി ചെയ്ത് അവൻ്റെ സ്റ്റുഡിയോയിൽ അണിയറയിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. അതിൽ ആവശ്യമായതൊക്കെ വോയിസുകൾ മറ്റതൊക്കെ ഇട്ടിങ്ങനെ സെറ്റപ്പാക്കുന്ന പണിയാണ്. ഇനി ഉണ്ടാവും ചിലപ്പം, ഇല്ലയെന്നല്ല. പക്ഷേ ഇപ്പോൾ ഏകദേശം അവൻ്റെ വായ ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൂടിയിട്ടുണ്ട്. മിണ്ടൂലവൻ, കാരണം അവന് മിണ്ടാൻ പറ്റില്ല. അവൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഞാൻ ധാരാളം വീഡിയോസുകൾ മാഷാഅല്ലാഹ് പുറത്തിറക്കി. ഓരോന്നിനും മറുപടി ഞാൻ ഇറക്കി, കാര്യപ്പെട്ടതിനൊക്കെ. ചില ഊച്ചാളി ആളുകളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്, അവർക്കൊന്നും ഞാൻ കാര്യമായിട്ട് മറുപടി കൊടുക്കാറില്ല. കാരണം നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ, ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ, കൃത്യമായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടതുഭാഗത്തും വലതുഭാഗത്തും തെരുവുകളിൽ കുറേ ചെത്തലപ്പട്ടികൾ കുരക്കും. അങ്ങനെ എല്ലാ ചെത്തലപ്പട്ടികൾക്കും നമ്മൾ മറുപടി പറയണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിട്ട് കല്ലെടുത്ത് എറിയാൻ നിന്നാൽ നമ്മളെ സമയം പോകും, ലക്ഷ്യസ്ഥാനത്ത് എത്തൂല, ലക്ഷ്യം മറക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചില നിലവാരം കുറഞ്ഞ വാടക തൊഴിലാളികൾക്കൊന്നും ഞാൻ മറുപടി കൊടുക്കാറില്ല. പിന്നെ വിഷ്ടത്തിൽ പരിഗണിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും ഇഷ്ടത്തിനോടുള്ള ആ ഒരു അട്ടിപ്പേറിൻ്റെ കൂറുകൊണ്ട് അടയിട്ടിരിക്കുന്ന വിഷ്ടം ആരിഫും അതേപോലെ തന്നെ അബ്ദുൽ ഗഫൂറും അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ കൊണ്ട് വസ്വാസാക്കുന്നത് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് നമ്മളെ ആളുകളോടും പുറത്തുള്ളവരും പ്രത്യേകം ആമുഖത്തിൽ പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ചത്, ഒരു 100 നൂറ്റാണ്ട് കാലം ഈ കേരളത്തിൽ പ്രവർത്തിച്ച ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ മുഖമുദ്ര അതെന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ സഹായത്തേട്ടം അത് ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു മഖ്ലൂക്കിനും കൊടുക്കാൻ പറ്റില്ല, ഒരു സൃഷ്ടികൾക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തിൽ പറഞ്ഞ ഇയ്യാക്ക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പം ലാ ഇലാഹ ഇല്ലയുടെ പരമകാഷ്ഠയാണ് എന്ത്? നഅ്ബുദു ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. അതേപോലെ തന്നെ വ ഇയ്യാക്ക നസ്തഈൻ, നിന്നോട് മാത്രം തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. ഇത് ഒരു ഇമാമിൻ്റെ കീഴിൽ മുഅ്മിനീങ്ങളായി നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ജമാഅത്തായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാണ്. സുന്നത്ത് നമസ്കാരങ്ങളിലും നാം വ്യക്തിപരമായിട്ടല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു ആശയമാണ്, ആദർശമാണ് എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതിൽ തന്നെ ഇബാദത്ത് അല്ലാഹുവേ നിനക്ക് മാത്രം, ഇസ്തിഹാസയും നിനക്ക് മാത്രം എന്ന് പറയുമ്പോൾ ഇബാദത്തിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസി ഡോർ എന്ന് ഹോസ്പിറ്റലിൽ എഴുതി വെച്ചാൽ മറ്റുള്ള OP സെക്ഷൻ, കാഷ്വാലിറ്റി സെക്ഷനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എമർജൻസി ഡോർ. കാഷ്വാലിറ്റിയിൽ പോകണമെങ്കിൽ, OPയിൽ പോകണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മൾ അവിടെ കൗണ്ടറിൽ പോയി വരി നിൽക്കണം, എന്നിട്ട് ടോക്കൺ എടുക്കണം, വേണം. അങ്ങനെ ടോക്കൺ എടുത്ത് നമ്മൾ പിന്നെ ചിലപ്പോൾ വീട്ടിൽ പോകും. കാരണം 7 മണിക്കോ 8 മണിക്കോ വന്ന് വരിന്ന് ടോക്കൺ എടുത്ത് 10 മണിക്ക് ഡോക്ടർ വരുമ്പോൾ അവിടെ പോയി നിൽക്കണം. അത് തന്നെ ചില സമയത്ത് 30ഉം 40ഉം ഒക്കെയാണ് നമ്പറെങ്കിൽ അവിടെ 11 മണിക്കും 11:30ക്ക് എത്തിയാൽ മതി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മളവിടെ വന്ന് മണിക്കൂറുകളോളം നിന്ന് അങ്ങനെ സിസ്റ്റർ ഡോക്ടറെ നമ്പർ വിളിച്ച് എന്ത് ചെയ്യേണ്ടി വരും? കൺസൾട്ടിങ് റൂമിൽ കയറണം. അതിനിടയിൽ തന്നെ അയാൾ നിസ്കരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പെട്ടെന്ന് എമർജൻസി ആയി തിയേറ്ററിലേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാലോ വീണ്ടും അവിടെ വെയിറ്റ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ അതിന് കുറേ താമസമുണ്ട്, സമയമുണ്ട്, കുറേ പഥ്യങ്ങളുണ്ട്, കുറേ സിലബസ്, പിന്നെ എന്താണ്ട് ഒരുപാട് നിലപാടുകൾ ക്ലിയർ ആകാനുണ്ട്. മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഇബാദത്താകുന്ന ദുആക്ക്, ആ ഇബാദത്താകുന്ന പ്രാർത്ഥനയ്ക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ചിലപ്പോൾ അതിന് ഒരുപാട് നിബന്ധനകൾ പാലിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം. എന്താണ്? ഇപ്പോൾ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, 46-ാം അധ്യായം സൂറത്തുൽ അഹ്കാഫിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഗുണമാണത്. അതായത് ഇബാദുർ റഹ്മാനിൻ്റെ അടിമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലനാ മിൻ അസ്വാജിന വ ദുരിയാതിന, ഞങ്ങളുടെ കുടുംബത്തിൽ അഥവാ ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഇതിൽ ഞങ്ങൾക്ക് കൺകുളിർമ നീ പ്രധാനം നൽകണം, സമാധാനം നൽകണം, സംതൃപ്തി നൽകണം. അതോടൊപ്പം തന്നെ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അവരെ മുത്തഖികളുടെ ഇമാമാക്കണം. മുത്തഖി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആരാണ്? അവർ മുത്തഖീങ്ങളാണ്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ അവർ മുത്തഖീങ്ങളാണ്, മുഹ്സിനീങ്ങളാണ്. ആ വിഭാഗത്തിൻ്റെ ഏറ്റവും ദറജ എത്രയാണ്? അവരുടെ മുമ്പിൽ അവർക്കും ഇമാമ നിൽക്കുന്ന ആക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആ സ്വഹാബത്തിൻ്റെ റോൾ മോഡലിനെ പകർത്തുന്ന ഒരു മകനായി, ഭാര്യയായി, ഭർത്താവായ, ഒരു കുടുംബക്കാരായി ഞങ്ങളെ മാറ്റണമെന്നാണ് ആ ദുആ. ഈ ദുആ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ അയാൾക്ക് എന്തെല്ലാം ശുറൂത്തുകൾ വെക്കണം, എന്തെല്ലാം കുഫു വെക്കണം? ഒന്ന്, അയാളിൽ പ്രായപൂർത്തി എത്തണം. പ്രായപൂർത്തി കഴിഞ്ഞ് പക്വത എത്തണം. പക്വത എത്തിയിട്ട് അവൻ വിവാഹം അന്വേഷിക്കണം. വിവാഹം അന്വേഷിച്ചിട്ട് അവന് ഒരു ഭാര്യയെ കിട്ടണം. ആ ഭാര്യയെ കിട്ടിയിട്ട് ആ ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം
അള്ളാഹുവിൻ്റെ ഖദർ പ്രകാരം ആ ഭാര്യ ഗർഭിണിയാകണം. അങ്ങനെ 9 മാസം 10 ദിവസം കഴിഞ്ഞാൽ 10 മാസത്തിനുള്ളിൽ അങ്ങനെ അത് തികഞ്ഞ് കേടുപാടുകളില്ലാതെ മരണം സംഭവിക്കാതെ ആ കുട്ടി ജനിക്കണം. ആ ജനിച്ച് പിന്നെ ആ കുട്ടി എന്ത് ചെയ്യണം? കൗമാരക്കാരനായി, ബാല്യക്കാരനായി, യുവാവായി അങ്ങനെ അവൻ വളർന്നു വരണം. വേണ്ടേ? വരണം. അങ്ങനെ വളർന്നു വരണം. പിന്നീടും ആ പ്രക്രിയ വീണ്ടും നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഒരു കുട്ടിയെക്കുറിച്ച്, ഒരു ഭാര്യയെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച് റബ്ബിനോട് വജഅൽനാൽ മുത്തഖീന ഇമാമ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ചുരുങ്ങിയത് അവൻ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് കല്യാണം കഴിച്ച ഒരു കുട്ടിൻ്റെ ഒരു കുടുംബമാകണം. അതിൻ്റെ അർത്ഥം ഈ പ്രാർത്ഥന നമ്മളെ വീട്ടിലെ ഒരു 15 വയസ്സുള്ള കുട്ടി കല്യാണം കഴിക്കാത്തൊരു കുട്ടി പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ടാവില്ല, അതിനൊരു അർത്ഥമില്ല, അത് വെറുതെ വിഡ്ഢിത്തമാണ് എന്നൊന്നും ഞാൻ പറയില്ല. അതല്ല പറഞ്ഞത്. ഞാൻ ഇയ്യാക നഅ്ബുദു എന്നതിൻ്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അവിടെ സത്യത്തിൽ അതൊരു OP ടിക്കറ്റ് എടുത്ത് കൺസൾട്ടിംഗ് റൂമിൽ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കാണിക്കുന്ന പോലെ ഒരു ദൈർഘ്യമുണ്ട്, സമയമുണ്ട്. എന്നാൽ വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാലോ അത് ഹോസ്പിറ്റലിലെ എമർജൻസി ഡോർ പോലെയാണ്. അവിടെ എമർജൻസി ഡോർ സൈറൻ മുഴക്കി ഓടി വരുന്ന ആംബുലൻസ്, ആ ആംബുലൻസ് അതിന് മുമ്പിൽ നിർത്തിയാൽ അവിടെ പിന്നെ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഇവിടെ അല്ല കാണിക്കേണ്ടത്, ഡോക്ടറെ കാണിക്കാൻ അവിടെ പോയി OP ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം, കാത്തിക്കണം എന്നൊന്നും ആര് പറയില്ല, സെക്യൂരിറ്റി പറയില്ല. അവർ ഉടനെ സ്ട്രക്ചർ കൊണ്ടുവന്ന് ബോഡി അതിലേക്ക് മാറ്റി ഉടനെ തന്നെ ധൃതിയിൽ നേരെ ഡോക്ടറുടെ റൂം തുറന്ന് അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നും പറ്റാത്തതാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിൻ്റെ പിന്നെ തിയേറ്റർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഉടനെ തന്നെ സിസ്റ്റർമാരെത്തി, ഡോക്ടർ എത്തി, വേണ്ട പിന്നെ ശസ്ത്രക്രിയകൾ മുഴുവനും അവിടെ പെട്ടെന്ന് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും താമസിച്ച് നിൽക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എമർജൻസിയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ദുആഇൻ്റെ എമർജൻസി ഡോറാണ്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അല്ലെങ്കിൽ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം തേടുന്നു. എന്ത് പറഞ്ഞാലും ശരി, ഇയ്യാക എന്നതിന് മാത്രം എന്ന ആ ഒരു അടിസ്ഥാന പോയിൻ്റാണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് പറയുകയാണെന്ന് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഈ എമർജൻസി ഡോറാണ് അത്. ഈ എമർജൻസി ഡോറാകുമ്പോൾ ഈ ഇസ്തിഹാനത്ത്, ഈ ദുആയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇത് സഹായം തേട്ടം എന്ന് പറയുന്ന ദുആ. മനസ്സിലായോ? അതിനാണ് ഞാൻ ഈ എമർജൻസി ഡോറിൻ്റെ ഉദാഹരണം പറഞ്ഞത്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള മതസംഘടനയിൽ കേരള നദുത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനമല്ലാത്ത മറ്റു എല്ലാ മതസംഘടനകൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇയാളിപ്പോൾ ഇതിന് പ്രാധാന്യം പറഞ്ഞു വന്നപ്പോൾ നമുക്കൊരു കേൾക്കണതൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം മൂപ്പര് കുഴപ്പമില്ലാതെ ഉഷാറായിട്ട് പറയുന്നുണ്ട്. ഇപ്പം മൂപ്പര് KNMനെ പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ള പ്രസ്ഥാനങ്ങളൊക്കെ മോശമാക്കി, അങ്ങനെ ചിന്തിക്കരുത്. KNMനെ പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ള പ്രസ്ഥാനങ്ങൾ മോശമാക്കി എന്ന് ചിന്തിക്കരുത്. മറിച്ച് കേരള നദുത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഇത് ഈ കേരളത്തിൽ 1924 മുമ്പ് 19ാം നൂറ്റാണ്ടിലെ മലബാർ മുസ്ലിം സമുദായത്തിൻ്റെ ആ ഒരു വ്യതിയാനങ്ങളിൽ നിന്ന് അവരെ യഥാർത്ഥ ദീനിലേക്ക് നയിക്കാൻ ഒരു നവോത്ഥാന നായകനായി കടന്നു വന്ന ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കീഴിൽ പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് രൂപപ്പെട്ട നിഷ്പക്ഷ സംഘം, മധ്യസ്ഥ സംഘം, ഐക്യസംഘം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഘത്തിൽ നിന്ന് പിന്നീട് 1924 രൂപപ്പെട്ട മതപണ്ഡിത സംഘടനയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന തലക്കെട്ടിൽ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് ഇന്നും കേരള നദുത്തുൽ മുജാഹിദീൻ്റെ മതം കൈകാര്യം ചെയ്യുന്ന പണ്ഡിത സഭ. അത് അവകാശപ്പെടാൻ ഇവിടെ മർക്കസ് ദാവ എന്ന് പറയുന്നവർക്കും വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന അൻഇസ്ലാമിക് മിഷനും അതല്ലെങ്കിൽ സമസ്ത എന്ന് പറഞ്ഞു പോകുന്ന പ്രസ്ഥാനത്തിനൊന്നും അവകാശമില്ല. കാരണം എന്താ? അവരൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞതിലൊന്നും അവകാശമില്ല. അവരൊക്കെ ഈ തറവാട്ടിൽ നിന്ന് ഈ ജംഇയ്യത്തുലമയുടെ തീരുമാനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജംഇയ്യത്തുലമ എന്ന ആധികാരിക അഹ്ലുസുന്ന വൽ ജമാഅ, അത് ഇതിൻ്റെ പാരമ്പര്യം എവിടെ മുട്ടുന്നത്? മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്നേ ദിവസം ഏതൊരു നിലപാടിലാണോ ആ നിലപാട് ഉൾക്കൊള്ളുന്നവരെ കൂടെ നിങ്ങൾ നിൽക്കണം.
അതാണ് അൽ ജമാ. ഫതമസ്സകൂ ബിഹ, അതിനോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കണം. അള്ളൂ ബിഹ, അതിനെ നിങ്ങൾ കടിച്ചു പിടിക്കണം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വൽതകും മിൻകും ഉമ്മത്തൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന. ഏറ്റവും വലിയ നന്മ എന്താ? തൗഹീദ്. ഏറ്റവും വലിയ തിന്മ എന്താ? ശിർക്ക്. ഏറ്റവും വലിയ നന്മ എന്താ? സുന്നത്ത്. ഏറ്റവും വലിയ തിന്മ എന്താ? ബിദ്അത്ത്. അതിന് താഴെയാണ് മറ്റുള്ളതൊക്കെ. അപ്പോൾ അത് കൽപ്പിക്കുന്ന, അതിനെതിരെയുള്ളതിനെ പഠിപ്പിക്കുന്ന ഒരു ജമാഅത്ത് നിങ്ങൾ ഉണ്ടാകട്ടെ എന്നും അവരാണ് വിജയിക്കുന്നവരെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ഒറ്റപ്പെട്ട ആടിനെ, കൂട്ടം തെറ്റിയ ആടിനെ ചെന്നായി പിടിക്കുമെന്ന വളരെ വ്യക്തമായ ഒരു ബോധ്യം അത് വയത് പറയുമ്പോൾ കൂടുതൽ എനിക്ക് ആധികാരികമായി പറയാൻ പറ്റും. കാരണം ഞാൻ ആ രൂപത്തിൽ ഈ മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് വിഘടിച്ചു പോയ വിശ്വത്തിൻ്റെ കൂടെയും ആ വിശ്വത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ഈ ജിന്നിറക്കൽ ചികിത്സയിൽ KNM-നെയും മറ്റു ഭൗതിക സംവിധാനങ്ങളെയും ഗവൺമെൻറ്റിനെയും പേടിച്ചുകൊണ്ട് ഇത്രയും കാലം അതൊക്കെ നടത്തണം, കൊണ്ടുവരണം. ഇന്നും അങ്ങനെ തന്നെ അവർ പറയുന്നത്, മാറ്റല്ല. ജിന്ന് ബാധിച്ചാൽ ആ കയറിയ ജിന്നിനെ ഇറക്കാൻ പ്രത്യേകം ആളുകളടുത്ത് പോകണം, ഷിർക്കിലേക്ക് പോകരുത്, മൂല്യമാരത്ത് പോകരുത് എന്നൊക്കെ പറയും. എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ആരാണതുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല. 12 വർഷത്തിൽ ദൈർഘ്യമേറിയ 8-9 വർഷം ഞാനും എന്നെപ്പോലെ ഒരുപാട് ചികിത്സകന്മാരും ഈ പ്രസ്ഥാനം ഇഷ്ടമുണ്ടാക്കുകയും അതിലവർ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ കൂടെ സജീവമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു ഞാൻ. ആ ആളായ ഞാൻ പ്രഭാഷണ രംഗത്തും ചികിത്സാ രംഗത്തും ഒരുപോലെ ഉണ്ടായി. എന്നെ തിരുത്തി തരികയോ ഉപദേശിക്കുകയോ എൻ്റെ ചികിത്സ തെറ്റാണെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചരണിയിൽ ഒരു ചികിത്സിച്ച് ഒരു വിശ്വത്തിൻ്റെ പഴയ പ്രവർത്തകനും പിന്നീട് അനുഭാവിയുമായ ഒരു സലഫി ചികിത്സകനായ ഒരു വ്യക്തി ചരണിയിൽ വലിയ റൂമെടുത്ത് അവിടെ ചികിത്സിച്ച കൂട്ടത്തിൽ വിശ്വത്തിൻ്റെ ഒരു കുടുംബം, കരളായുള്ള ഫിറോസ് എന്ന് പറയുന്ന അവൻ്റെ കുടുംബം വിഷ്ണങ്കാരാണ്. അവർ ഈ സിറോസിസ് ബാധിച്ച ലിവറും ഒക്കെ അടിച്ചു പോയി വളരെയധികം ലാസ്റ്റ് സ്റ്റേജിലെത്തിയ ആ ഒരു കുട്ടിയെ അവർ കൊണ്ടുവന്ന് 10-20 ദിവസം അവിടെ കിടത്തി ചികിത്സിച്ചു. അങ്ങനെ പിന്നീട് അവൻ അള്ളാഹുവിൻ്റെ ഖദറാണ്, മരണപ്പെട്ടും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പണ്ടൊക്കെ ഞാൻ ചികിത്സാ രംഗത്തുള്ളത് കൊണ്ടും ഈ പ്രസ്ഥാനത്തിന് കേടുപാട്, വിശ്വത്തിന് കേടുപാടില്ലാതിരിക്കാൻ വേണ്ടിയുമൊക്കെ സത്യത്തിൽ ആ വിഷയം അതിൻ്റെ ആളുകളും വിഷ്ണങ്കാരും പറഞ്ഞത് കേട്ടനുസരിച്ച് നമ്മൾ പല പ്രഭാഷണങ്ങളും ന്യായീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിന്നതിൻ്റെ ശേഷം ന്യായീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് യഥാർത്ഥത്തിൽ അവിടെ നടന്ന ചികിത്സയുടെ അവസ്ഥകളൊക്കെ ആ ഫിറോസ് കരളായി പുറത്തു വിട്ടപ്പോൾ ഗണപതിയാണ് എൻ്റെ വയറ്റിൽ ചവിട്ടി ഇറക്കണം, എന്നെ മർദ്ദിക്കുന്നുണ്ട്, എനിക്ക് മരുന്ന് പോലും കുടിക്കാൻ അനുവദിച്ചില്ല, മുസ്ലിങ്ങളുടെ മരുന്നാണ് ഇവിടെ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗണപതിയെ കത്തിക്കണം, മറ്റേ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം എന്താ പറയുക, ഒരു അന്ധവിശ്വാസം നിറഞ്ഞ, ഷിർക്ക് നിറഞ്ഞ, കുഫർ നിറഞ്ഞ കശ്ഫ് പോലെയുള്ള ചികിത്സകളുമൊക്കെയാണ് എന്ന് ആ ഫിറോസ് മരിക്കുന്നതിന് മുമ്പ് വളരെ ബോധപൂർവം വിട്ട വോയിസ് കേട്ടപ്പോൾ ഹാരിസ് അടക്കര എന്ന് പറയുന്ന അവൻ്റെ നാട്ടിലുള്ള അവൻ്റെ കെയർ ഓഫിൽ ആ ചികിത്സക്കൊക്കെ വന്ന അവൻ പ്രൊമോട്ട് ചെയ്ത, വിഷ്ണങ്കാർ പ്രൊമോട്ട് ചെയ്ത ആളുകൾ പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്നും നമ്മളതിനെ അന്ന് ന്യായീകരിച്ചത് ശരിയല്ല, വസ്തുത ഇന്നതാണ് എന്നും മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നിലപാട് മാറ്റി പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ നിലപാട് മാറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലിപ്പ് ഇട്ടിട്ട് നുണയനാണ് സാജിദ്, കപടനാണ് സാജിദ്, അവന് വെറും ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടീമുകളൊക്കെ ക്ലിപ്പ് ഇറക്കി അത് സോഷ്യൽ മീഡിയയിൽ വിശ്വത്തിൻ്റെ സൈബർ പോരാളികൾ ഇഷ്ടംപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്തിനാണ് ഈ ചരണിയും സംഭവമൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ജമാഅത്തിൻ്റെ പ്രാധാന്യം ഇത്രത്തോളം പറയുമ്പോൾ ഇതൊക്കെ പറയാൻ നിനക്ക് വല്ല അർഹതയുണ്ടോ സാജിദേ? നീ ഇതുപോലെ നീന്തി തുടിച്ച ആളല്ലേ, പലതിലേക്കും മറുകണ്ഠം ചാടിയവനല്ലേ എന്ന് പറയാറുണ്ട്. സത്യമാണ്. കാരണം 2005 കേരളാനുൽ മുജാഹിദീൻ എന്ന ഈ മാതൃപ്രസ്ഥാനത്തിൽ പ്രബോധകനായി, പ്രഭാഷകനായി കടന്നു വന്നത് മുതൽ 2011 6 മാസം വരെ ഞാൻ ഈ മാതൃപ്രസ്ഥാനത്തിൽ അച്ചടക്കമുള്ള നല്ല ഒരു പ്രഭാഷകനായിരുന്നു, പ്രബോധകനായിരുന്നു. എനിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു ബൗണ്ടറി ഇല്ല, ഒരു ബോർഡർ ഇല്ലാത്ത വിധം ഇതിലേക്ക് വന്നപ്പോൾ എന്തായി, ഇതിൻ്റെ സിദ്ധാന്തങ്ങളും ഇതിൻ്റെ പ്രബോധന രീതികളും ഇതിൻ്റെ ഗവേഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒരു അലകും കുറ്റും വിട്ട വേറിട്ട രൂപത്തിലാണ്. ഇതിന് ബൈലോ ഇല്ല, കൃത്യമായ ചിട്ടയില്ല. അങ്ങനെയുള്ള ഒരു, കാരണം എന്താ, കൃത്യമായ പ്രമാണങ്ങൾ പറയാൻ അവർക്ക് പറ്റാത്ത വിധം തൗഹീദിൻ്റെ ആശയത്തിൽ നിന്ന് പുറത്തു പോയതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിശാചിൻ്റെ ഷെയ്ത്താന് വേണ്ടി വാദിക്കാൻ, അല്ലെങ്കിൽ പിശാചിനെ, ഷെയ്ത്താനെ
ആ ശൈത്താനുമായി ബന്ധപ്പെട്ട ചികിത്സയിലുള്ള വിഷയങ്ങളും അവനെ വിളിച്ചാൽ ശിർക്കാവൂല എന്ന് പറയുന്ന വിഷയങ്ങളിലൊക്കെ വാദിക്കാൻ വേണ്ടി രംഗത്ത് വന്നൊരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്തുണ്ടായിട്ടുണ്ട്, പല പ്രയാസം ഉണ്ടായിട്ടുണ്ട്, പല നിലക്കും പലതിലേക്കും പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ പോയി തിരിച്ചു വന്ന ഒരാൾ എന്ന നിലക്ക് എനിക്കിത് പറയാൻ പറ്റുന്നത്, ഒറ്റപ്പെട്ട ആടിനെയാണ് ചെന്നായ പിടികൂടുക. അതുകൊണ്ട് നമ്മൾ കൂട്ടം തെറ്റിപ്പോകരുത്, ഈ ജമാഅത്തിൽ നിൽക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇങ്ങനെ ഒരു ദൈർഘ്യമേറിയ ആമുഖമൊക്കെ പറഞ്ഞു വെച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ഈ സഹായത്തേട്ടത്തിലാണ് കാര്യമായി പിഴവ് സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും. സമസ്തയുടെ വിഷയം നമുക്കൊക്കെ അറിയാമല്ലോ. ആരാധനയും ഇബാദത്തും അള്ളാഹ്ക്ക് മാത്രമേ നൽകാവുന്നതാണ് സമസ്തൻ്റെ വാദം. സമസ്തൻ്റെ വാദം അതാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ അവർ പറയുമെന്ത്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അള്ളാഹുവിന് മാത്രമേ ആ സഹായത്തേട്ടം നൽകാവൂ. എന്നാൽ ഞങ്ങൾ മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാർക്ക്, ശുഹദാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക്, അതേപോലെ ഊരും പേരും അറിയാത്ത കുറേ വ്യാജന്മാരായ ആളുകൾ, മുസ്ലിമാണോ മനുഷ്യനാണെന്ന് പോലും മൃഗാന്ന് പോലും മനസ്സിലാക്കാത്ത, മനുഷ്യനാണോ മൃഗാണെന്ന് പോലും അറിയാത്ത, മുസ്ലിമാണോ മറ്റുള്ള വിഭാഗമാണെന്ന് പോലും അറിയാത്ത എത്രയോ ശവകുടീരങ്ങൾ, മൺകൂനകളുണ്ട്. അതിലൊക്കെ മുമ്പിൽ പോയി അവിടെ ആ കിടക്കുന്ന വ്യക്തികളോട് നേർക്ക് നേരെ അവർ സഹായം തേടുന്നുണ്ട്. എന്താ സഹായത്തേട്ടം? പാരത്രിക ലോകത്ത് വിജയം കിട്ടാൻ ആവശ്യമായ സഹായത്തേട്ടം അവർ തേടുന്നുണ്ട്. ഭൗതികമായ ഒരുപാട് അവരുടെ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടിയുള്ള സഹായത്തേട്ടം അവർ തേടുന്നുണ്ട്. ഇതിനെപ്പറ്റി അവരോട് ഷിർക്കല്ലേ, ഇത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ എന്നല്ലേ നിങ്ങൾ പ്രഖ്യാപിച്ചത് ഫാത്തിഹയിലൂടെ, എന്നിട്ട് പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ അവർ പറയുമെന്ന്, ഇത് ഖുർആൻ പറഞ്ഞ ആ ഇസ്തിഹാസയിൽ പെട്ടതല്ല, അഥവാ അള്ളാഹ്ക്ക് മാത്രം നൽകണം എന്ന് അള്ളാഹു തആല പറഞ്ഞ ഇസ്തിഹാനത്തിൽ പെട്ടതല്ല. മറിച്ച് ഇത് തആവനു അൽ ബിർരി വത്തഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ നന്മയിലും ഭക്തിയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടിക്കോളൂ, സഹകരിച്ചോളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ വസ്തഹാസഹു ഉല്ലദീന മിൻ ഷിഅത്തി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായി മൂസാ നബിയോട് സഹായം തേടിയിട്ടുണ്ടല്ലോ. അമ്പിയാക്കന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അനുയായികൾ സഹായം തേടിയിട്ടുണ്ടല്ലോ. ഔലിയാക്കന്മാരായ ആളുകളുടെ അടുത്ത് വന്നിട്ട് അവരുടെ മുരീദന്മാർ സഹായം തേടിയിട്ടുണ്ടല്ലോ. അവർ പൈസ ചോദിച്ചിട്ടുണ്ട്, രോഗം മാറ്റാൻ വേണ്ടി, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടിനെ കിട്ടാത്തവർ പ്രയാസം അനുഭവിച്ച് പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളും വന്നിട്ടുണ്ടല്ലോ. അതേപോലെ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് അള്ളാഹു മഇസത്തും കറാമത്തുമൊക്കെ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മരണപ്പെട്ടാൽ ചില ആളുകൾ ശരീരം അമ്പിയാക്കളിൽ എന്തായാലും ദ്രവിക്കൂല, ശുഹദാക്കളുടെ ശരീരത്തിൽ തന്നെ ചിലതും ദ്രവിക്കാതെ കിടക്കും. അതുകൊണ്ട് അവരെ ജസദ് ഇവിടെ ഉണ്ട്. അവരെ ജസദ് ഭൂമിയിലാണെങ്കിലും ബർസഖി ലോകത്തുണ്ട്. അവരാത്മാവുണ്ട് ആലമുൽ ഗൈബിൽ, ജീവനോട് കൂടിയുണ്ട്. ആ ആത്മാവിന് പലതും നമ്മൾ സലാം ചെല്ലാൻ മടക്കുമെന്ന് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് സലാം ചെല്ലാം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖബറിന് തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോന്നാൽ അവിടെ മലക്ക് വരുമ്പോൾ ഈ കാലടി ശബ്ദം മയ്യത്ത് കേൾക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കണ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ട് പറയുന്നു എന്ന് ജീവിതകാലത്ത് ഈ അമ്പിയാക്കളോടും ഔലിയാക്കളോടും നമ്മൾ ഇടപെട്ടതുപോലെ മരണകാലത്ത് നമുക്ക് ഇടപെടാം. അത് ഒരിക്കലും ഇയ്യാക നസ്തഈൻ എന്ന ഈ ഇസ്തിഹാസക്കെതിരല്ല എന്ന് സഖാഫികൾ, ഫൈസിമാർ, ഉദവികൾ, AP, EK, ടൈഗർ, അതേപോലെ ആന, ദക്ഷിണ എല്ലാ സുന്നികളും പറയും. ഇതിനെ മുജാഹിദുകളായ മർക്കസ് ദഅവയാകട്ടെ, ഈ ഇസ്ലാമിക് മിഷൻ, ഗ്ലോബൽ മിഷനാകട്ടെ, വിസ്റ്റ ഗ്ലോബൽ മിഷനാകട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ കേരള മുജാഹിദാകട്ടെ, ആരെങ്കിലും അംഗീകരിക്കും. ഇത് ശരിയാണ് മകനെ, കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങോട്ടുകളൊക്കെ ജീവിതകാലത്ത് സഹായം തേടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അല്ല. എന്തുകൊണ്ട്? അവിടെ ജീവിതകാലത്ത് മനുഷ്യരായ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം തേടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകി ജീവിച്ചു, കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാക്കി. മലയാളത്തിൽ പറഞ്ഞാൽ, അറബി പറഞ്ഞാൽ സബബ് മുസബബാത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധങ്ങളുണ്ട്. ഈ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർവഹിച്ച ഒരു പ്രവർത്തനവും, നന്മയിൽ നടത്തിയ ഒരു പ്രവർത്തനവും ഒരിക്കലും എന്തല്ല, ഹറാമെന്നോ വസീല ഷിർക്കെന്നോ കുഫറെന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമാണ്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഹയ്യും ഹാദറും ഖാദിറുമായ
ഹൈ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജീവനുള്ള, ഹാദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പരിധിയിൽ നിൽക്കുന്ന, പിന്നെ ഖാദിറും നമ്മളെ സഹായിക്കാൻ കഴിയുന്നവനായ മനുഷ്യനോട്, പ്രത്യേകം മനസ്സിലാക്കുക ഇൻസാനോട് നിർവഹിക്കുന്ന ഇടപാടുകൾ, സഹായ അഭ്യർത്ഥനകൾ ഒന്നും തന്നെ ഇയ്യാക നസ്തഈൻ നിനക്ക് മാത്രമേ ഞങ്ങൾ നൽകൂ എന്ന് പറയുന്ന സഹായത്തേട്ടത്തിൻ്റെ പരിധിയിൽ വരാത്തതാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. അതിനാണ് സമസ്തൻ്റെ ഉദാഹരണം പറഞ്ഞത്. പക്ഷേ സമസ്തക്കാർ ആ ഒരു വിഷയത്തെ ഖിയാസ് ചെയ്തുകൊണ്ട്, ദുർവ്യാഖ്യാനിച്ചുകൊണ്ട്, കോട്ടിമാറ്റി അവതരിപ്പിച്ചുകൊണ്ട് അവരെന്തു പറഞ്ഞു? മരണത്തിന് ശേഷവും അതേ രൂപത്തിൽ തന്നെ കഴിവ് നിലനിൽക്കുന്നു, മരണശേഷവും അവർ ഹാജറാകുന്നു, മരണശേഷവും അവർ ഖാദറാകുന്നു, മരണശേഷവും അവർക്ക് മുഅ്ജിസത്ത് കറാമത്ത് ഹയ്യും ഹാദറും ഖാദറുമാകുന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രതിഫലമുണ്ട്, അതുകൊണ്ട് അത് ജായിസാണ്, പുണ്യകർമ്മമാണ്, ഷിർക്കല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലൂടെ അവർ പറയും, സമൂഹത്തോട് അവർ പറയും. നമ്മളവരോട് ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കൊടുക്കും. അഥവാ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാ ആളുകൾക്കും പ്രിയപ്പെട്ട, വളരെയധികം ഇഷ്ടപ്പെട്ട, വളരെയധികം നൈപുണ്യമുള്ള, വളരെയധികം ഭൗതികമായി ഗവേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ ഒരുപാട് രോഗങ്ങളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചൊക്കെ പഠിച്ച ഒരു പ്രഗത്ഭനായ ഒരു ഡോക്ടർ 10-70 കൊല്ലം ജീവിച്ചു. ആ ഡോക്ടറെ അടുത്തേക്ക് നമ്മളെ വലിയാപ്പാർ, നമ്മളെ വാപ്പാർ, നമ്മളെ മക്കളും, നമ്മളെ മേഖലകളൊക്കെ പോയത്. അത്രയും പ്രശസ്തനായ ഡോക്ടർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ രോഗവുമായി സഹായം തേടി അവിടെ പോയിട്ടുണ്ട്. ആരും ആ സഹായത്തേട്ടം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, വസീലത്ത് ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, ഹറാമാണ്, കുഫ്രാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അത് ജായിസാണ്. അത് പ്രമാണത്തിൽ പറഞ്ഞതാണെന്ത്? തദാവവ് നിങ്ങൾ ചികിത്സിക്കണം. കാരണം യൻസുദാനില്ലത എല്ലാ രോഗത്തിനും അള്ളാഹു മരുന്നിറക്കിയിട്ടുണ്ട്. അപ്പം മരുന്നിറക്കിയിട്ടുണ്ട്, ചികിത്സയുമുണ്ട്. അത് നിങ്ങൾ അഭിമുഖീകരിക്കണം, അതിന് നിങ്ങൾ പോകണം, അത് ചെയ്യണം എന്ന് പറയുകയും അത് കൃത്യമായി പഠിപ്പിച്ചു തരികയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആലയും പറഞ്ഞു തന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോകുന്നു. സുന്നിയാക്കും തർക്കമല്ല, എല്ലാവർക്കും തർക്കമല്ല. അങ്ങനെ നമ്മൾ പോയി മരുന്നൊക്കെ വാങ്ങി ഒരുപാട് ഉപകാരമെടുത്ത ആ ഡോക്ടർ ഒരു സുപ്രഭാതത്തിൽ മരണപ്പെട്ടു പോയി. പിന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അയാളുടെ ക്ലിനിക്കിൽ, അയാളുടെ ഹോസ്പിറ്റലിൽ ആ കസേരയിൽ ഡോക്ടർ ഇല്ല. ഉണ്ടോ? അവിടെ പിന്നെ ഓപ്പി എടുത്തിട്ട് ആ ഡോക്ടറെ കാണിക്കാനാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയാൽ അവർ പറയും ഡോക്ടർ അവിടെ ഇല്ല. അല്ല, ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ല, എനിക്ക് കാണുന്നുണ്ട്, ഡോക്ടർ അവിടെ ഉണ്ട്, നിങ്ങൾക്കല്ലേ കാണാത്തുള്ളൂ, ഡോക്ടർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ ആ റൂമിൽ പോയി ആ കസേര ഇരിക്കുന്ന ഡോക്ടർ ഉണ്ടെന്ന് വിശ്വസിച്ച് ആ ഡോക്ടറോട് നമ്മൾ സഹായം തേടിയാലോ? ഏതൊരു മനുഷ്യനും പറയാൻ സഹായത്തേട്ടം ഷിർക്കാണ്. എന്താ തേടുന്നത്? പനിയുണ്ട്, രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, മാറ്റി തരണമെന്നാണ്. അതിന് നിങ്ങൾ മരുന്ന് തരുന്നതാണ്. അപ്പോൾ ആ ജീവിതകാലത്ത് അസ്ബാബ് ഉണ്ടായിരുന്നു. എന്താ അസ്ബാബ്? ഹയ്യും ഹാദറും ഖാദറുമായ ഡോക്ടറോട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയിരുന്നു, ഇങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ 1 വേ ട്രാഫിക് അല്ല, 2 വേ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ബന്ധപ്പെട്ടു. ഈ ഇസ്തിംദാഇനെ, ഈ ബന്ധപ്പെടലിനെ ഒരിക്കലും ഷിർക്കാണെന്നോ കുഫ്റാണെന്നോ ബിദ്അത്താണെന്നോ ഹറാമാണെന്നോ വസീലത്ത് ഷിർക്കാണെന്നോ ആരും പറഞ്ഞിട്ടില്ല. അത് ജായിസാണ്. എന്നാൽ ഡോക്ടർ മരിച്ചതിന് ശേഷം ഇതുപോലെ പ്രവൃത്തി ചെയ്താൽ നമ്മൾ പറയുന്നത് ഓൻ ഷിർക്ക് ചെയ്തു, അവിടെ ഷിർക്ക് ചെയ്തു. കാരണം എന്താ? മരിച്ചുപോയ ഡോക്ടർ അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെ ചെന്ന് സഹായം തേടുകയാണ്, അല്ലേ? അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ? ഡോക്ടർ കാണും, ഡോക്ടർ കേൾക്കും, ഡോക്ടർ അറിയും, എനിക്ക് ഉത്തരം നൽകും. ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യണത്. ഇനി ഇതൊന്നും വിശ്വാസമില്ലാതെയാണെങ്കിലും അവിടെ പോയിട്ട് ആ സഹായം തേടിയാലോ? ഈ വിശ്വാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും അത് അവിടെ പോയി സഹായം തേടിയാലോ? ആ സഹായത്തേറ്റവും ഷിർക്കന്നെ. കാരണം എന്താ? അങ്ങനെ വിശ്വാസം ഇല്ല എന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ പോകുമ്പോൾ തന്നെ അയാളുടെ മനസ്സിൽ നെയ്യത്തുണ്ടാവും. ആ നെയ്യത്ത് എന്താ അതിനെ പിന്നെ നമ്മൾ വലിച്ചു നീട്ടി ചവച്ച് നീട്ടി അത് പിന്നെ കോമാളിയാണ്, പോയത്തക്കാരനാണ്, ഭ്രാന്തനാണ്, മറ്റോ അങ്ങനെ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അത് മുത്തലക്കൻ ഷിർക്കാണെന്ന് നമ്മൾ വ്യക്തമായി തന്നെ പറയും. എന്തുകൊണ്ട് ഷിർക്കാണെന്ന് പറയുന്നു? ജീവിതകാലത്ത് നമ്മൾ ഉപകാരമെടുത്തിരുന്ന, സഹായം തേടിയിരുന്ന ഡോക്ടർ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളത്ത് പോകുക എന്നുള്ളത് അത് പൊട്ടത്തരം മാത്രമല്ല. ആ പോണത് പൊട്ടത്തരം മാത്രമല്ല, പോയിട്ട് അവിടെ സഹായം തേടുക എന്ന് പറഞ്ഞത് ഷിർക്കും തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ സമസ്തക്കാരെ നമ്മൾ പറഞ്ഞു, ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പൊന്നാര സമസ്തക്കാരെ, ജീവിതകാലത്ത് നിങ്ങൾ പോയി ആ ഡോക്ടറെ അടുത്ത് പിന്നെ എന്താ നിങ്ങൾ പോകാത്തേ? പോയതിനെ പറ്റി നമ്മൾ പോകില്ല എന്നുള്ള ഉറപ്പാണ്. ആ ബുദ്ധിയുള്ളവൻ പോകില്ല, മൂക്ക് വീയപ്പെട്ടുള്ളവൻ പോകില്ല. ഇനി അങ്ങനെ ഒരാൾ സഹായം തേടിയാൽ എന്താ അതിൻ്റെ വിവക്ഷാന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഡോക്ടർ മരിച്ചില്ലേ, നമ്മളെ കാണൂല, കേൾക്കൂല,
നമുക്ക് ഉത്തരം ചെയ്യൂല. പിന്നെ എന്തിനാണ് പോണത്? അവന് ജീവിതകാലത്ത് പിന്നെ പോയിരുന്ന ഡോക്ടർ മരിച്ചാലും അയാളത്തേക്ക് അങ്ങ് പോയിക്കൂടെ? അയാൾക്ക് എന്താ പോയിക്കൂടെ? അയാൾ നമസ്കരിക്കുന്ന, നോമ്പ് വെക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യനല്ലേ? അപ്പോൾ അയാൾ ഔലിയാണെങ്കിൽ വലിയാകാനും സാധ്യത ഉണ്ടല്ലോ. നിങ്ങൾക്ക് പോയിക്കൂടെ? ഏതെങ്കിലും സമസ്തക്കാരൻ പോലുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക, സമസ്തക്കാരൻ പോലുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? അത് ഒന്ന്, ഉപകാരം കിട്ടൂല എന്നുള്ളതാണ്. 2, അവർക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം, അത് അള്ളാഹ്ക്ക് മാത്രം നൽകണമെന്ന സഹായത്തേട്ടം അതുവരെ ജീവിച്ചിരിക്കുന്ന ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പരിധിയിൽപ്പെടാത്ത അനുവദിച്ച ഇസ്തിഹാസ ചെയ്ത കാലത്തൊന്നും നമ്മൾ ഈ ആയത്ത് അങ്ങനെ ഓതൂല. അതിന് ശേഷം പിന്നെ സഹായം തേടി പോയാൽ അത് ഈ ഇസ്തിഹാസയുടെ പരിധിയിൽ വന്നു. നിനക്ക് മാത്രം ഞങ്ങൾ നൽകുന്ന സഹായ അഭ്യർത്ഥന അത് ഞങ്ങൾ ഒരു പടപ്പിനും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ആ കരാർ അവിടെ മുറിഞ്ഞു, അഥവാ അസ്ബാബ് മുറിഞ്ഞു. എന്താ അസ്ബാബ്? ജീവിച്ചിരിക്കുന്ന കാലത്തെ അയ്യും ഹാദറും ഖാദറുമായ ഡോക്ടറും ജീവിച്ചിരിക്കുന്ന രോഗിയും, അയ്യും ഹാദറും ഖാദറുമായ രോഗിയും, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യകാരണ ബന്ധമുണ്ടായിരുന്നു. ഈ 2 വേ ട്രാഫിക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് കൊണ്ട് അതിനാരും എതിർത്തില്ല. എന്നാൽ അസ്ബാബ് മുറിഞ്ഞു, മരണത്തോടു കൂടി മുറിഞ്ഞു. അസ്ബാബ് മുറിഞ്ഞു. ഇന്ന് നമ്മളെ വിളി കേൾക്കാനും നമ്മുടെ വിളി കേട്ട് നമുക്ക് ഉത്തരം ചെയ്യാനും അയാൾക്ക് സാധിക്കില്ല. അയാൾ ഖാദിറല്ല, അയാൾ ഹയ്യല്ല. അയാൾ ആത്മാവ് ഹയ്യുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജസദോടുകൂടി അയാൾ ഹയ്യല്ല, അയാൾ ഹാദറുമല്ല. ഇനി ഹാദറാണ്, അയാൾ ഹയ്യാണ്, ഖാദിറാണ് എന്നൊക്കെ നിങ്ങൾ എന്ത് ദുർവ്യാഖ്യാനം ചെയ്താലും അതൊന്നും ലോജിക്കലായി നിങ്ങൾക്ക് തെളിയിക്കാനും പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഒരിക്കലും അതാ ഡോക്ടർ അവിടെ ഉണ്ടെന്ന് എങ്ങനെ ക്യാമറയിലൂടെ കാണിക്കാൻ പറ്റുമോ? സ്കാനിങ്ങിലൂടെ കാണിക്കാൻ പറ്റുമോ? എങ്ങനെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ടത് ബോധ്യപ്പെടുത്താൻ പറ്റും? നിങ്ങൾ എന്ത് ദുർവ്യാഖ്യാനം ചെയ്തോളി, കാണിച്ചു തരാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് സഹായം തേടുന്ന ആളുകൾ, ദുആ ചെയ്യുന്നവർ. വിളി എന്ന് പറഞ്ഞാൽ സഹായത്തേട്ടായാലും വിവാദത്തായാലും ഏതർത്ഥം പറഞ്ഞാലും ഈ പറഞ്ഞ ഇയ്യാക നസ്തഈൻ്റെ പരിധിയിലാണത്. അവർ അംബാത്തുൻ, മരിച്ചവരാണ് കൂട്ടരെ, ഗൈറു അഹ്യായിൻ, ജീവിച്ചിരിക്കുന്നവരല്ല. മാത്രമല്ല അള്ളാഹു തആല ഇല്ല ആദ്യത്തിൽ തന്നെ പറഞ്ഞു എന്ത്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവർ ഒന്നിനെയും പടച്ചിട്ടില്ല, അവർ അള്ളാഹിൻ്റെ പടപ്പുകളാണ്. അംബാത്തുൻ, മരിച്ചവരാണ്, ഗൈറു അഹ്യായിൻ, ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് അവരെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരാന്ന് പോലും അവർക്കറിയില്ല. വ്യക്തമായി അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ അവിടെ ഹയ്യല്ല, അവർ ഹാദറല്ല, ഖാദിറല്ല. അതുകൊണ്ട് തന്നെ അവരോടുള്ള ഇസ്തിഗാസ, സഹായത്തേട്ടം ശിർക്കാണ്. ഈ ആയത്തിൽ ഓതിയാൽ വളരെ വ്യക്തമാണ്. ഇതുകൊണ്ട് തന്നെയാണ്, ഇത് തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രഭാഷണം നടത്തി. പണ്ടൊരു സ്ഥലത്ത് അവിടെ ഈ സമസ്തക്കാർ ചെയ്യുന്ന ഖബറാരാധനകളും ഈ പറഞ്ഞ ഉറുക്കിയല സൈക്കിളിലും അന്ധവിശ്വാസങ്ങളും മാലി മൗലിദും ഖുറാഫാത്തും ഒക്കെ ഖുർആൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടിത്തുറഞ്ഞ് പറഞ്ഞു. അവിടെയുള്ള മൂല്യന്മാർ ഇളകി വിറളി പൂണ്ടു. കാരണം അവർക്കറിയാം അവരെ അന്നമാണ് മുട്ടാൻ പോണത്. ആളുകൾ സത്യം മനസ്സിലാക്കി വന്നാൽ അവരെ കാൽച്ചുവട്ട മണ്ണ് ഒളിച്ചു പോകും. അവർ ചില യുവാക്കളെ വൈകാരികമായി ഇളക്കി വിട്ടു. അവർ വന്നു, അടിച്ചു പൊളിച്ചു. ആകെ സ്റ്റേജും കസാരയും മൈക്ക് സെറ്റും ഒക്കെ നഷ്ടമായി. വലിയൊരു തുക നഷ്ടമായി. കുറേ ആളുകൾക്ക് പരിക്കും പറ്റി. അവിടെയുള്ള പ്രവർത്തകന്മാർ നിയമപാലകരുടെ അടുത്ത് പോയി തിരിച്ച് കൈകാര്യം ചെയ്യാനല്ല നിന്നത്. പ്രതിരോധിക്കലുണ്ടാവും, പക്ഷെ കൈകാര്യം ചെയ്യാനൊന്നും ചെന്നില്ല. നേരെ നിയമപരമായ നടപടി എടുത്തു. അങ്ങനെ വലിയ കേസായി. 50ഓളം ആളുകൾ, കേസ് കൊടുത്ത ആൾക്കാരൊക്കെ കോടതിയിലെത്തിന് മുമ്പ് ഒരു ചർച്ചയ്ക്ക് വേണ്ടി എസ് ഐ വിളിച്ചു. എസ് ഐ വിളിച്ചിട്ട് എസ് ഐ 2 കൂട്ടർ ഇരുത്തിയിട്ട് ചോദിച്ചു. കുറച്ച് മുജാഹിദ് പ്രവർത്തകർ 2 ബാക്കി പേരാണ്. ഇവരെ വിളിച്ച് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ച്. സമസ്തക്കാർ പറഞ്ഞു ഇവർ ഞങ്ങളെ നേതാവിനെ തെറി വിളിച്ചു, നേതാവിനെ മുശ്രിക്കാക്കി, കാഫറാക്കി, നേതാവിനെ വ്യാജനാക്കി, അങ്ങനെ പല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആരാണ് നിങ്ങളെ നേതാവ് എന്ന് ചോദിച്ചു. ഞങ്ങളുടെ നേതാവ് മഹാനായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. വലിയ പണ്ഡിതനാണ് അദ്ദേഹം, വലിയ ആലിമാണ് അദ്ദേഹം. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖിനെ, അവരുടെ നേതാവിനെ ഞങ്ങൾ തെറി വിളിച്ചിട്ടില്ല, കളിയാക്കിയില്ല, പരിഹസിച്ചിട്ടില്ല. കാരണം അവർ ബഹുമാനിക്കുന്ന പോലെ ഞങ്ങളും ബഹുമാനിക്കുന്ന നേതാവാണ് അദ്ദേഹം, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. സമസ്തക്കാരെ പോലെ തന്നെ മുജാഹിദീങ്ങളും പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അയാളെ കുറ്റം പറയൂല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ചില കള്ളക്കഥകളും ഷിർക്കിൻ്റെ ബഹുദൈവ ആരാധനയിലേക്ക് എത്തുന്ന പിഴച്ച കുറേ
അന്ധവിശ്വാസങ്ങളുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു. ഇതൊന്നും അദ്ദേഹം പഠിപ്പിച്ചതോ അദ്ദേഹം പറഞ്ഞതോ അല്ല. എസ് ഐയുടെ മുമ്പിൽ തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. എസ് ഐക്ക് കാര്യം മനസ്സിലാക്കുകയാണ്. എസ് ഐ 5 മിനിറ്റ് കൊണ്ട് കേട്ടപ്പോൾ കാര്യം മനസ്സിലായി. നാലോചിക്ക് സമസ്തക്കാരായ ആൾക്കാർ കുറേ കൊല്ലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് മൂല്യന്മാരുന്ന് ഓർക്ക് ദീൻ കിട്ടിയില്ല. എസ് ഐ മതം മാറി നല്ല പറയുന്നത്. എസ് ഐക്ക് തലച്ചോറുണ്ട്, ബുദ്ധിയുണ്ട്, അദ്ദേഹം മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹത്തിന് ഒരു കൺഫ്യൂഷൻ വന്നു അവിടെ. എന്താ കൺഫ്യൂഷന്? ഈ സമസ്തക്കാർ പറയുന്ന ഈ നേതാവ് ഇവർ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? പിന്നെ എന്തിനാണ് സ്റ്റേജ് കയ്യേറിയത്? എന്തിനാണ് ഈ സാധനങ്ങൾ കത്തി ഇതാക്കിയത്? അപ്പോൾ വീണ്ടും തന്നെ പറയാം, കുറ്റം പറഞ്ഞു. അപ്പോൾ ഇവരൊന്നും കുറ്റം പറഞ്ഞില്ല, തീരുമാനമാണില്ല. അപ്പോൾ എസ് ഐ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യൂ സമസ്തക്കാരായ ആൾക്കാർ, നിങ്ങളീ പറഞ്ഞല്ലോ നേതാവ്, ആ നേതാവിനൊന്നും നിങ്ങൾ കൊണ്ടുവരികയാണ്, വിളിക്ക്, ആ നേതാവിനൊന്ന് വിളിച്ചിട്ട് മൂപ്പരെ കൊണ്ടുവരി. കാരണം മൂപ്പർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വിഷയം എന്ന് ചോദിക്കാം. മൂപ്പർ പറയട്ടെ, ഇവർ എൻ്റെ ശത്രുക്കളാണ്, ഇവർ എന്നെ കുറ്റം പറയുന്നവരാണ്, ഈ ആൾക്കാർ പറഞ്ഞത് സത്യം തന്നെയാണ് സാറേ എന്ന് അയാൾ പറഞ്ഞാൽ ഞാൻ നടപടി എടുത്തോളാറ്. പന്ത കണ്ട പെരിച്ചായിൻ്റെ മാതിരി, അട്ടൻ്റെ മുഖത്ത് ഉപ്പിട്ട മാതിരി കുറേ ആൾക്കാർ തരിച്ച് നിൽക്കുക, കുറേ ആൾക്കാർ ചുരുങ്ങി, കുറേ ആൾക്കാർ അവിടെ തിരിഞ്ഞ് കളിച്ച്. മറുപടി ഇല്ല. വീണ്ടും പറഞ്ഞ് എസ് ഐ കൊണ്ടുവരി, ഇങ്ങോട്ട് കൊണ്ടുവരി, നിങ്ങൾ എസ് ഐനെ വിളിക്കുക. മൊയ്തീൻ, നിങ്ങൾ പറഞ്ഞ മൊയ്തീൻ ആരാണ്? അവനെ വിളിക്കണോ? ഞാൻ ചോദിക്കട്ടെ, സംസാരിക്കട്ടെ. അപ്പോൾ മൗലാനട്ട ചോദിച്ചിട്ട് മറുപടി ഇല്ല. അത് മുജാഹിദുകൾ ചിരിക്കാൻ തുടങ്ങി. എന്താണ് നിങ്ങൾ പറയാത്തത്? അപ്പം അതിന് ഒരുത്തം പറഞ്ഞു, മൂപ്പര് മരിച്ചു പോയിട്ട് പിന്നെ ഒരുപാട് വർഷങ്ങളായിയാണ്, 10-550 വർഷമായി. മൂപ്പര് വിളിച്ചാൽ വരൂല, മൂപ്പര് വിളിച്ചാൽ കേൾക്കൂല, മൂപ്പര് വിളിച്ചാൽ വരൂല്ല, മൂപ്പര് മരണപ്പെട്ടു പോയിണ്. പിന്നെ എങ്ങനെ ഞങ്ങൾ കൊണ്ടുവരികയെന്ന് വെച്ച്. അപ്പോൾ എടുത്തേൽക്ക് മുജാഹിദുകൾ പറഞ്ഞു, സാറേ ഇനി ഞങ്ങൾക്ക് കേസില്ല, ഞങ്ങളെ നഷ്ടം ഞങ്ങൾ പടച്ചോൻ്റെ നിന്ന് കിട്ടും, ഞങ്ങൾക്ക് നഷ്ടം വന്ന പ്രശ്നം കേസിൽ ഞങ്ങൾ പിൻവലിച്ചാളിയാണ്. എന്തേന്ന് ചോദിച്ചു. അല്ല, ഇതൊന്നും ഓലെ ബോധ്യപ്പെടുത്താനാണ് ഇത്രയും കാലം ഞങ്ങൾ വയലു പറഞ്ഞത്. അപ്പം നിങ്ങളെ മുമ്പിൽ, നിങ്ങളെ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ഓലെ ബോധ്യപ്പെട്ടു. മരിച്ച ആൾക്കാർ കേൾക്കൂല, കാണൂല, സഹായിക്കൂല, ഉത്തരം ചെയ്യൂല, അതുകൊണ്ട് അവരെ വിളിച്ചാൽ നമ്മളെ ഒരു മുറാദ് ഹാസിലാവില്ല എന്ന് പോലും പറഞ്ഞല്ലോ. അതന്നെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആയത്തോ ഹദീസ് ഓതി, അതിനപ്പോൾ ഞങ്ങൾക്ക് അടി കിട്ടിയത്. ഇതൊരു തമാശ അല്ല, ചരിത്രം സംഭവിച്ച കാര്യമാണ്. ഇതിൽ ഒരുപാട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്ര നേരം ഈ പറഞ്ഞത് ഇസ്തിഹാസയെ പറ്റി? അപ്പോൾ സമസ്തക്കാർക്ക് ഈ വിഷയത്തിൽ പാളിച്ച സംഭവിച്ചു. അവർ പ്രമാണത്തിൽ നിന്ന് തെളിവില്ലാത്തത് കൊണ്ട് അവർ യാ ഇബാദല്ലാ എന്ന വാറോല ഹദീസ് കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് പോയിട്ട് ഒരാൾ മഴയ്ക്ക് വേണ്ടി തേടിയ സംഭവങ്ങൾ പിൽക്കാലത്ത് ചില അഹ്ലു സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഒരു അസർ എന്ന നിലക്ക്, ചിലർ താരീഖ് എന്ന നിലക്ക്, ചില ആയത്തിൻ്റെ പിന്നെ എന്താ സബബുനുസൂല് എഴുതുന്ന കൂട്ടത്തിലും അങ്ങനെ ഒരു ഹിക്കായത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാരും അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹായം തേടണമെന്ന് പറഞ്ഞോലോ, അങ്ങനെ തെറ്റിയതോ നബിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞിട്ടോ, മഴയ്ക്ക് വേണ്ടി റസൂലിനെ ഇടയിലാക്കി തപസ്സു ചെയ്യണമെന്നോ ഒന്നും അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ പിൽക്കാലത്ത് വന്നവർ എന്ത് ചെയ്തു? ക്ഷീരമുള്ള ഒരു അടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന വിഷ്ണുകാർ ഇന്ന് യാ ഇബാദല്ലയും ഇസ്ലാം മാസിയും ഒക്കെ എങ്ങനെയാണോ അടയിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക, അതുപോലെ സമസ്തക്കാരായ ആൾക്കാർ ഇതൊക്കെ ഷിർക്കിനെക്കാളും ഗൗരവം, രണ്ടും അപകടമാണ്. ഒന്നുകൂടി കൂടുതൽ ആളുകൾ ഇസ്ലാം എന്ന് പുറത്താക്കുന്ന കാര്യം വരെ ഇവിടെയാണ്. എന്നാപ്പെന്താ ഈ യാ ഇബാദല്ലയൊക്കെ ആകെ പ്രശ്ന ഷിർക്കാന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ മുജാഹിദിനെ ഇന്നലെ മിഞ്ഞാന്ന് കോഴിക്കോട് സമ്മേളനം നടത്തിയപ്പോ വേണ്ടത്ര കടപ്പുറത്ത് ആളെത്തിയില്ല. അപ്പൊ ഫൈസൽ മൗലവി അവിടുന്ന് ഒരു പുതിയ ഡയലോഗ് അടിച്ചു. എന്താ ഡയലോഗ് അടിച്ചത്? ജിന്നിനോട് വിളിച്ചാൽ ശിർക്ക് തന്നെയാണ്. അപ്പൊ ഈ ഇമാമിങ്ങളൊക്കെ ആരായി? മുശ്രിക്കായില്ലേ? അതേ സമയത്ത് നാട്ടുകാരടിയില് ജിന്നിനെ വിളിക്കുന്ന ആൾക്കാരാന്ന് തോന്നും ചെയ്യരുത്. ജിന്ന് മുജാഹിദ് എന്നുള്ള പേര് ഒഴിവാകും വേണം. എന്നാലോ മുജാഹിദിന്റെ പഴയകാല നിലപാട് എന്നും പറഞ്ഞു മുജാഹിദ് ജിന്നുകൾ പറഞ്ഞെടുക്കുന്ന ആശയം ഒഴിവാകും ചെയ്യരുത്. അങ്ങനത്തെ ഒരു ബോളുമാണ് കോഴിക്കോട് കടപ്പുറത്തുനിന്ന് ജിന്ന് മുജാഹിദ് നടത്തിയത്. ഈ ഹദീസുകളെ, ഈ പ്രമാണങ്ങളെ ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവരെ കുറിച്ചെല്ലാം മോശമായ പ്രചാരണമാണ് പിന്നീട് അടിച്ചുവിട്ടത്. ഈ പ്രമാണങ്ങൾ സ്വീകരിച്ചുവെന്ന ഒറ്റക്കാരത്താൽ അവർ അന്ധവിശ്വാസികളായി മുദ്രകുത്തി, അവർ ജിന്നുവാദികളാണെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ ഞങ്ങളെ പറ്റി പറഞ്ഞു, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ ജീലാനി തങ്ങളോട് ഇസ്തിഹാസ നടത്തിയപ്പോ ഞങ്ങൾ ജീലാനി തങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ല നിങ്ങളെ വക പറഞ്ഞത്. അപ്പൊ അതൊക്കെ നിങ്ങളും കേൾക്കണം. വിതച്ചതല്ലേ കൊയ്യാൻ പറ്റുള്ളൂ.
എല്ലാം മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അൽഹംദുലില്ലാ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു. അതങ്ങനെയാണ്, ഇടയ്ക്ക് തിരുത്തിയും ഇടയ്ക്ക് വീണും ഇടയ്ക്ക് എഴുന്നേറ്റും ആർക്കും മുന്നോട്ട് പോകാം. ജനാധിപത്യ രാജ്യം. അവസാനം നവോത്ഥാന ശിയാക്കൾ എന്ന ഒരു പുതിയ ഓമനപ്പേര് കൂടി നൽകാൻ പലരും ഇന്നും മടിച്ചില്ല എന്നത് അള്ളാഹു തആല കാണുന്നുവെന്ന സമാധാനം മാത്രമാണ് അതെല്ലാം പിന്നിൽ നമുക്കുള്ളത്. എന്നാ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളെ മുത്തലക്കൻ ഷിയാക്കള് എന്നാ പറഞ്ഞേ, നിങ്ങളെ നവോത്ഥാന ഷിയാക്കള് എന്നല്ലേ പറഞ്ഞത്. കേക്കണം, മമ്പറത്തെ പൂജാരിയാണ്. സ്വന്തം ബാപ്പ എന്ന് മമ്പുറം മഖാമ് പോയ ബാപ്പാനെ പറ്റി പരിചയപ്പെടുത്തിയ മൗലവി മരിക്കണീന്റെ മുമ്പ് ഇത്രയെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ആ ബാപ്പന്റെ ഖബറിൽ അദ്ദേഹത്തിന് സമാധാനം വരുമോ? കുറച്ചെങ്കിലും കേൾക്കാതെ മരിച്ചുപോയാൽ ആ ബാപ്പന്റെ ആത്മാവ് സമാധാനിക്കുമോ? ാലും റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്ന ഈ തൗഹീദി കൂട്ടായ്മയെ സംബന്ധിച്ച് രണ്ട് പ്രഖ്യാപനമാണ് നമുക്കുള്ളത്. ആ പ്രഖ്യാപനം നമുക്കുള്ളത് കേട്ടോ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. അതാണ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. ഹസ്ബുനല്ലാഹ് നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്റൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ ചൊല്ലിന്റെ ഒരു 2.5% ഞങ്ങൾ മരിച്ചീനിന്റെ അടുക്ക് മൊത്തം ചൊല്ലോ മുജാഹിദേ. ഞങ്ങളെ ദിക്റൽക്കീലൊക്കെ കുനുകുനേന ചെല്ലണതാ. അപ്പൊ ഇതിൽ നമ്മൾ ഒന്നാണ്. ഏതു ഘട്ടത്തിലും തേടാൻ നമുക്ക് അല്ലാഹു തആല മാത്രം, ഒരു സൃഷ്ടിയോടും തേട്ടമില്ല എന്ന് കരുതി എന്നെയും കാണും, ഹോസ്പിറ്റലിൽ മൂപ്പരും കാണും. ഒരു സൃഷ്ടിയോടും തേട്ടല്ല എന്ന് പറഞ്ഞതിനർത്ഥം ഞങ്ങള് വൈദ്യരോടൊന്നും തേടൂല, ഡോക്ടറോടൊന്നും തേടൂല എന്നല്ല. ഭാര്യക്ക് ഗർഭമുണ്ടായ ഞാനും ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ എടുത്തുണ്ടാവും, മൂപ്പരും ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ വിട്ടളി. ഒരു ജിന്നിനോടും തേട്ടമില്ല, ഒരു മലക്കിനോടും തേട്ടമില്ല, ഒരു മഹാനോടും തേട്ടമില്ല, ഒരു വലിയനോടും തേട്ടമില്ല. നമുക്കല്ല മതി. ആപത്തിൽ രക്ഷപ്പെടുത്താൻ ഏത് ഘട്ടത്തിൽ സഹായിക്കുവാനും കഴിയുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. അല്ലാഹ് രക്ഷിക്കണേ എന്ന സ്ഥാനത്ത് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ, ഏത് പടപ്പിനെ വിളിച്ചു തേടിയാലും അത് ശിർക്ക് തന്നെ എന്ന വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് യാതൊരു സംശയവുമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് സംശയമല്ലോ. അള്ളാനെ വിളിക്കുന്ന സ്ഥാനത്ത് ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാല്, ശൈഖെ കാക്കണേ എന്ന് വിളിച്ചാല്, മലക്കെ സഹായിക്കണേ എന്ന് വിളിച്ചാല് അത് ശിർക്കാന്നുള്ളില് ജിന്നു മുജാഹിദും നമ്മളും ഒന്നാ. അല്ലെങ്കിൽ തന്നെ ഈ ജിന്നു മുജാഹിദ് മുജാഹിദാന്നും പറഞ്ഞെടുക്കുന്നത് അറിവിൽ അജ്ജുനായ ആചാര് ഇപ്പോഴും അറിവിൽ അജ്ജുനായപ്പോ കൊണ്ടുവന്ന കൊടന്റെ കഥ പറയണ മാതിരിയാണ്. ആചാര് അന്ന് വാങ്ങിയ കൊട കുറച്ചേരം കഴിഞ്ഞ് പിന്നെ ശീല കീറിയപ്പോ അത് മാറ്റിക്കണേ. പിന്നെ കുട്ടികൾ കളിച്ചു കണ്ട അതിന്റെ പിടി പൊട്ടിയപ്പോ അതും മാറ്റിക്കണേ. പിന്നെ ഒരു മഴയും കാറ്റൊക്കെ ഉണ്ടാവുമ്പോ പോയതിനെ വില്ലും പൊട്ടി അതും മാറ്റിക്കണേ. അള്ളാന്റെ ഓഫീക്കോടുകൂടെ അന്ന് വാങ്ങിയ കുടുംബണ്ടായിരുന്നതൊന്നും ഇപ്പല്ല. എന്നാലും ആചാരാക്ക രാവിലെ സുബൈക്ക് കട്ടൻ ചായയും പുട്ടും ഓർഡർ ആക്കിയിട്ട് ഇരുന്നിട്ട് പറയുന്ന ഡയലോഗേ ഇത് മേമാജി അറിവിന് അർജുനപ്പോ കൊണ്ടുവന്ന കൊടയാന്ന. ഇതുപോലെയാണ് മുജാഹിദ്. ഇപ്പൊ ഈ ജിന്നു മുജാഹിദുകൾ ഞങ്ങൾ മുജാഹിദാന്ന് പറയുന്നത് തുടങ്ങിയ കാലത്തുള്ള ഒരു സാധനം ആ മുജാഹിദിന്റെ അടുത്തില്ല. നമ്മൾ പോലും ഇപ്പൊ ഇങ്ങനെ ഈ മക്കുപരീക്കാണ് കയറണ്ടേ എന്നുള്ള ചെറിയൊരു സൗന്ദര്യപ്പണക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാല് മെല്ലെ തലയിൽ മുണ്ടിട്ടുങ്ങാണ്ടെങ്കിലും ജിന്നു മുജാഹിദ് ചാർത്തി നിൽക്കും വരും. ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പം ഔലിയാക്കന്മാരെ കറാമത്ത്, ഈ സംഭവങ്ങൾ ഇതൊക്കെ കൊണ്ടുവരും. ഇതെല്ലാം കൊണ്ടുവന്നാലും സമസ്തക്കാരോട്, വിഷ്ടംകാരെ, മർക്കസ്താബക്കാരെ, KNMകാരെ നമ്മളൊക്കെ പറയുന്നത് എന്താ? പൊളിച്ച് കൈ കൊടുക്കല. എന്താ ഒക്കെ ദുർവ്യാഖ്യാനം കയ്യിലൊന്നും തെളിവില്ല എന്ന് പറയും ഇല്ലേ? അങ്ങനെ തെളിവില്ലാതെ കച്ചിത്തുരുമ്പിൽ തൂങ്ങി ഇന്നും ഈ പ്രസ്ഥാനം AP, EK വിഭാഗം, ദക്ഷിണ അതൊക്കെ നിരക്കുന്നുണ്ട്. നമ്മൾ 100 കൊല്ലമായി വിചാരിച്ച് ഓരോന്നും ഇല്ലാതായിട്ടില്ല. അവരൊക്കെ ഇന്നും നിലനിൽക്കുന്നു. അവരുടെ മക്കളും മക്കളൊക്കെ പെറ്റ് പെരുകുന്നു. പലരും അതിൽ നിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരു 10 100 ആദർശം സ്വീകരിക്കുന്നു. അത്രേ ഉണ്ടാവുള്ളൂ. അത് അല്ലാഹു തആല ആദ്യം പറഞ്ഞതാണ്. മഹ്ശറിലെ വിചാരണയെ പറ്റി പറഞ്ഞു, ആയിരങ്ങളിൽ 999 നരകത്തേക്കാണ് ഒരാളെ സ്വർഗത്തിലുണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഭൂരിപക്ഷം എപ്പോഴും ബാത്തിലായിരിക്കും. ക്രിസ്ത്യാനികളല്ലേ ഭൂരിപക്ഷം അവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ആൾക്കൂട്ടമുണ്ട്. അതുകൊണ്ട് സത്യദീനാണ്, ഏറ്റവും നിലപാടാണെന്ന് ചില വിസ്തംകാരൊക്കെ വീഡിയോ കാണിച്ചിട്ട് പറയാറുണ്ട്. അവർ പുളിച്ചികളാണ്, അറിവില്ലാത്ത ജാഹിലീങ്ങളാണ്. അപ്പോൾ പുറത്തു കൊടുക്കട്ടെ. സമസ്തക്കാരന്മാർ ആൾക്കൂട്ടത്തെ കാണിച്ചിട്ടൊന്നും നെട്ടിക്കരുത്. വലക്കത് ദറഅനാലി ജഹന്നമ കസീറ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഈനുൻ ലാ യബ്സൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അശ്രദ്ധരാണ് അവർ. നരകാവകാശം ആരാ? ഭൂരിപക്ഷത്തെ കൊണ്ട് നരകം
നാം നടക്കും.